എല്ലാരും പുതിയ ആൾക്കാരൊക്കെ റെഡിയാണോ? രംഗത്ത് മുതലാളി. ചങ്കത്ത് മുതലാളിയോ? ചങ്കത്തല്ലടാ, രംഗത്ത് മുതലാളി എന്ന്. ആരാണ് ഈ മുതലാളി? ആരാണ്? എടാ മീൻകാരൻ കുഞ്ഞപ്പച്ചേട്ടന്റെ മകൻ സുനി. അവരാണ്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോടാ. ഈ അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് വാടാ. നേരെ നോക്കുന്നു, നേരെ നോക്കുന്നു. എന്റെ നേരെയില്ല, ഓഡിയൻസിന്റെ നേരെ നോക്ക്. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. പ്രകാശം വരുമ്പോ പ്രകാശം വരണേ ഞാൻ കളിക്കില്ല. എടാ അതല്ല, പ്രകാശം എന്ന് പറഞ്ഞ വെളിച്ചം വരുമ്പോ മുതലാളി ഉലാത്തുന്നു. മുതലാളി ഒലത്തണ? മുതലാളി ഒലത്തണമെന്നല്ല, പിന്നെ മുതലാളി ഉലാത്തുന്നു. എന്ന് വെച്ചാ എടാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതിനാണ് ഈ കുലാത്തണ് കുലാത്തണെന്ന് പറയണത്. ഈ ഉലാത്തിക്ക് കലക്കി 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 നീ പറയുന്നു. മുതലാളി വേലക്കാരി രാധയെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞതല്ലേ ഈ മീൻകാരന്റെ മകൻ നാടകത്തിൽ കേട്ടിട്ടും. എടാ നാടകത്തിന്റെ ശൈലിയിൽ 3 വട്ടം വിളിക്ക്. രാധേ രാധേ രാധേ. അയ്യോ, ശബ്ദ ഗാംഭീര്യത്തിൽ വിളിക്കൂ. രാധേ രാധേ. രാധ വരുന്നു, രാധ വരുന്നു, രാധ വരുന്നു, രാധ വരുന്നു. രാധയല്ല, രാധവ, രാധവ. രാഘവ, രാഘവ. രാഘവനല്ല, രാധവൻ. ആ പെണ്ണുമ്പിള്ള ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ വരാൻ പറ. ഇങ്ങോട്ട് വാടി. രാധയെ കണ്ട മുതലാളുടെ മുഖത്ത് പുച്ഛം. എന്താ എന്താണ് സുനി? കോച്ചിനെ പിടിച്ചേ വിളി. ആ സാലിപ്പന്റെ മുഖത്തിരുന്ന് കടിക്കലായിരുന്ന എന്ത്? പൂച്ച. പൂച്ചയല്ല, മുതലാളുടെ മുഖത്ത് പുച്ഛം. അതെന്നാ സാനാടാ? പുച്ഛ അറിയില്ല, കണ്ടിട്ട് പോലുമില്ല. ഇങ്ങോട്ട് നോക്കൂ. ഇത് കണ്ട രാധ പുഞ്ചിരി തൂകുന്നു. അയ്യോ അമ്മേ, എനിക്ക് പ്രസവിക്കാനല്ല പറഞ്ഞ പുഞ്ചിരി തൂകുന്നു. എന്തായി കാണിച്ചത്? പുഞ്ചിരി തൂകിയതാ. മതി മതി മതി. മിണ്ടാതെ നിൽക്കുന്ന രാധയെ കണ്ടിട്ട് മുതലാളി അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കണം, രാധേ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? ഓക്കെ, എന്താണ് മുണ്ടില്ല നിൽക്കുന്നത്? അയ്യോ, മുണ്ടില്ലാതെയല്ല. രാധേ എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? പരിഭവമാണോ അതോ പിണക്കമാണോ? ഓക്കെ, എന്താണ് മിണ്ടാതെ നിൽക്കുന്നത്? പരിപ്പോടെ വേണോ അതോ പിണ്ണാക്ക് വേണോ? നിന്റെ അച്ഛൻ ചാക നടത്തിക്കൊണ്ടിരിക്കുന്ന രാധയുടെ 4 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വെയിലക്ക് വന്ന ഞാൻ, വെയിലത്തല്ലടി പെണ്ണുമ്പോൾ വേലക്ക് വന്ന ഞാൻ 6 മാസം ഗർഭിണിയാണ്. ഗർഭിണിയല്ല, ഗർഭിണിയാണ്. 6 മാസം ഗർഭിണിയാണ്. എന്തൊരു മണിമണി എടി പെണ്ണുമ്പോൾ അബ്രത്തിന്റെ ഭാ. ആ പറഞ്ഞ അബ്രത്തിന്റെ ഭാ. അത് ഉത്തരവാദി ഞാനല്ല. രാധേനെ മുതലാളി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു. രാധയെ മുതലാളി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ സാധനത്തിന് ട്രെയിൻ തലവെച്ച് വരച്ചാ പറയാൻ. എന്റെ ദൈവമേ, അത് ബലാത്സംഗം ചെയ്യണം, ചെയ്തേ പറ്റൂ. ഞാൻ ചെയ്യല. അത് പോട്ടെ, ആ സീൻ പോട്ടെ. രാധയുടെ എന്റെ വയറ്റിൽ വളരുന്ന വയറ്റിലല്ല, കുണ്ടന്നൂരി, സോറി കുണ്ടന്നൂരി വളരുന്ന എടി എന്റെ വയറ്റിൽ വളരുന്ന. എടി അവന്റെ വയറ്റിൽ വളരുന്ന. അയ്യോ, നിന്റെ വയറ്റിൽ വളരുന്ന. എന്റെ വയറ്റിൽ വളരുന്ന. രാജുമോൻ എന്നോട് ചോദിക്കും. സംഭവം ഉണ്ടോടാ? അങ്കിളിന്റെ ഫാദർ ആരാണെന്ന് ഞാൻ പറയും ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഞാൻ പറയും ഈ നിൽക്കുന്ന അവിടെ നിൽക്കുന്നു. ഉണക്കമടലേ, മുതലാളി ഇവിടെ ഒന്നില്ലേ, ഈ നിൽക്കുന്ന മുതലാളിയാണെന്ന്. രാധ കരഞ്ഞുകൊണ്ട് മുതലാളിയുടെ മാറിലേക്ക് വീഴുന്നു. മുതലാളി ആഹാ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഞാനിന്ന് തകർക്കൂടാ. രാധയെ മുതലാളി ആശ്വസിപ്പിക്കുന്നു. ആശ്വസിപ്പിച്ചുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഒന്ന് പോളിറക്കണം, നല്ല സുഖമുണ്ട്. ആശ്വസിപ്പിച്ചുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കണം. ഏക്കടെ ഭാര്യ നല്ലത്. അവർക്ക് ഒരുപാട്